അപ്പം വഴിയിൽ പിറന്ന് പുൽത്തൊഴുതി കടന്ന് മലകളിൽ പ്രാർത്ഥിച്ച്, ഈ ഒലൂമല മർക്കോസിൻ്റെ അപ്പൻ്റെ ആരെന്നാണ് പറയുന്നത്. അത്ര വലിയ കാശുകാരനാണ്. ഒലൂമല എന്ന് പറയുന്ന സ്ഥലം മർക്കോസിൻ്റെ വലിയ അപ്പൻ്റെ ആരെന്നാണ് പറയുന്നത്. ഒക്കെ ചരിത്രത്തിലുള്ളതാണ്, ഒന്നും പറയാൻ സമയമില്ല, നമ്മൾ തിരിച്ചു വരിക. അപ്പം ഈ കർത്താവ് ബേതലഹേമ്യനായ എന്ന് വിളിക്കപ്പെടാൻ ഇഷ്ടപ്പെടാതെ കാബൂൾ ദേശമെന്ന് പേരിട്ട ഇരുണ്ട ഈ സ്ഥലം താൻ സെനയെടുക്കാൻ തയ്യാറായി. ഇന്ന് രാത്രിയിലും ആർക്കും വേണ്ടാത്തതിനെ, ആരൊക്കെയോ എഴുതി തള്ളിയതിനെ, ഒരു പരിഗണനയും കിട്ടാത്തതിനെ, അജ്ഞനെന്നും അവിവേകിയെന്നും ഗുണപ്പെടാത്തവനെന്നും ഇരുട്ടുള്ള പേടെന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളിയതിനെ തേടി വന്ന് അത്രസംഗനാക്കാൻ കൊതിക്കുന്ന ഒരു യേശു ഈ യോഗത്തിലൊന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിക്കണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പുസ്തകമൊന്നും എഴുതിയില്ല, കർത്താവ് പാട്ടൊന്നും എഴുതിയില്ല, കർത്താവ് ഒത്തിരി പ്രസംഗിച്ചില്ല, കർത്താവ് ഒത്തിരി ആളുകൾ തന്നെ അംഗീകരിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്ത ഈ സ്ഥലത്തെ ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ, പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് തന്നെ 3-4 വിങ്ങുണ്ട്. ഒന്ന്, ഏറ്റവും അടുത്തൊരാളുണ്ട് മാർബിടം ചാരിയിരിക്കുന്ന ആൾ. 2, 3 പേരുടെ അടുത്തൊരു ഗ്രൂപ്പുണ്ട്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. പിന്നെ 12 പേരുടെ അടുത്തൊരു ഗ്രൂപ്പുണ്ട്, താൻ തിരഞ്ഞെടുത്ത ബോധിച്ച ശിഷ്യന്മാർ. പിന്നെ ഒരു 70 പേരുടെ ഗ്രൂപ്പുണ്ട്, തൻ്റെ ഇവാഞ്ചലിക്കൽ ടീമെന്നോ സുവിശേഷീകരണ വിഭാഗമെന്നോ ഒക്കെ വിളിക്കാവുന്ന അടുത്തൊരു ടീം. ഒരല്ലേ പറഞ്ഞേ. ഇത്രയും പേരുമായി 3.5 വർഷം നടക്കുമ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ലായിരുന്നു. ഹലോ, ലെറ്റർ ഹെഡില്ലായിരുന്നു, സീലില്ലായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ജീസസ് ഇൻ, ജീസസ് ഔട്ട് എന്ന് പറഞ്ഞുള്ള ബോർഡില്ലായിരുന്നു. ഹലോ, ഇയാൾ എന്തുവാ പറഞ്ഞു വരുന്നതെന്നാ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 10 പൈസ ഉള്ളതിനെ ശിഷ്യനാക്കിയില്ല, ഉണ്ടായിരുന്ന 30 കാശ് അവൻ അടിച്ചുകൊണ്ട് പോയി പള്ളി കൊടുത്തിട്ട് അവൻ പോയി. അപ്പോൾ ഫണ്ടിനകത്ത് പറ പൈസയുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഈ 12 പേർക്ക് ആശ്രയിക്കാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഒരുത്തൻ പോയി തകർന്ന് കെട്ടി ഞാൻ പൈസയും കളഞ്ഞ് ചത്തിട്ട് ബാക്കി 11 പേരെ കൂട്ടിക്കൊണ്ട് വന്നു. ഇനി എൻ്റെ കൂടെ നിങ്ങളൊന്ന് വരണം. പ്രൈസ് ദി ലോർഡ്. ഓഫീസ് ഇല്ലാത്ത, ലെറ്റർ കിട്ടുന്ന, കറങ്ങുന്ന കസാറ ഇല്ലാത്ത, 12 പേർക്ക് ഇരിക്കാവുന്ന കൗൺസിൽ റൂം ഇല്ലാത്ത, പ്രൈസ് ദി ലോർഡ്, യേശു ഇവരെ കൂട്ടിയിട്ട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ രാത്രി പ്രാർത്ഥിച്ചോണ്ടിരിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്. നല്ല ഹല്ലേലൂയ പറയണം. കർത്താവ് അതിന് പുറപ്പെടാൻ പറഞ്ഞാൽ ഭൂലോകത്തിലൊക്കെ യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം പോകണമെങ്കിൽ ഹീബ്രു പഠിക്കണ്ടേ? അല്ല, ഗ്രീക്ക് പഠിക്കണ്ടേ? അരാമ്യ ഭാഷ ശരിക്കറിയത്തില്ല. ഞങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്ത് പോയി എന്നാ പറയാനാ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവരെ തന്നെ ആദ്യം കൂട്ടിക്കൊണ്ടുപോയി ഗലീലയിലെ ഫിലിപ്പിന്റെ കൈസരിയെ കൊണ്ടുപോയി നാട്ടുകാരെ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്. അവർ പറഞ്ഞു, നാട്ടുകാർ പറയുന്നത് എല്ലാം ഒന്നും പറയാൻ ഒക്കത്തില്ല, എങ്കിലും പറയാമെന്ന് ഞങ്ങൾ പറയാം. നീ ആ പ്രവാചകന്മാരിൽ ഒരാളാണ്, ഇരമ്യാവാണ്, എഹെസ്കേലാണ്, സിയാവാണ്, പലത് പറയുന്നു. പിന്നെ ഈയിടെ കഴുത്ത് വെട്ടിക്കളഞ്ഞ യോഹന്നാൻ തിരിച്ചു വന്നാന്ന് പറയുന്നുണ്ട്. ഏലിയാവാന്നൊക്കെ കുറച്ച് പേര് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരുത്തൻ പറഞ്ഞ അയാൾക്ക് ബെയൂസബയല്ല, ഭൂതങ്ങളുടെ തലവനാന്ന് പറഞ്ഞു. നമ്മളെക്കുറിച്ചൊക്കെ പറയുന്നത് തന്നെയാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞേ. ഹലോ, ഭൂതങ്ങളുടെ തലവനാണ്. പിന്നെ ചിലരൊക്കെ ഉണ്ണി ഈശോ ആന്നൊക്കെ പറയുന്നുണ്ട്, ചിലരൊക്കെ മറിയയുടെ മോനാന്ന് പറയും, ചിലരൊക്കെ തച്ചൻ്റെ മോനാന്ന് പറയും. കർത്താവ് നാട്ടുകാരെന്തേലുമൊക്കെ പറയണ്ട, മറുപടി കമൻ്റ് ഇടണ്ട.
മിണ്ടുന്നില്ല. പറയുന്ന ഒരു പറയവോ എഴുതുമൊക്കെ ചെയ്യട്ടെ, തിരിച്ച് മറുപടി കമൻറ്റ് വേണ്ട. എൻ്റെ കൂടെ നിങ്ങളെന്തോ പറയണം. നമ്മളിങ്ങനെ വെള്ളമൊക്കെ ഇട്ട് നടക്കുമ്പോൾ ക്ലീൻ ഷേവായിട്ട് നടക്കുമ്പോൾ ഇടയ്ക്കൊന്നും തിരക്കുന്നതല്ല നമ്മളെക്കുറിച്ച് നാട്ടുകാർ എന്താ പറയുന്നുണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞേ അല്ല, കർത്താവ് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ആ തള്ള ഉള്ളിടത്തോളം ഞങ്ങൾ ആ സഭയെ വരുത്തരുതെന്ന് പറഞ്ഞു. അപ്പം നാട്ടുകാരുടെ അഭിപ്രായം തിരക്കുന്നത് ഒന്നും മിണ്ടുന്നില്ല. അയാൾ ആ സഭയെ കമ്മിറ്റി സെക്രട്ടറി ഇരുപത്തോളം കാലം ഞങ്ങൾ ആ ഏറിയായി വരുന്നത് പറയുന്നവരുണ്ട്. ഇവിടെ അല്ലേ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ആരാണെന്നും തിരക്കുന്നത്. അപ്പോൾ കർത്താവ് നിങ്ങൾ എന്നെ കുറിച്ച് എന്നാ പറയുന്നത്? നാട്ടുകാരെന്തേലും പറയട്ടെ. അപ്പോൾ 11 ശിഷ്യന്മാർ നിങ്ങളെ പിരിഞ്ഞവരും മൗനമായിട്ടിരുന്നു. അർത്ഥം ഞങ്ങളെതിരെ അഭിപ്രായക്കാർ അല്ലെന്ന്. നിങ്ങളുടെ മൗനം സമ്മതമായി കണക്കാക്കുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, എനിക്ക് അഭിപ്രായമുണ്ട്. ഞാൻ നാട്ടുകാരുടെ അഭിപ്രായം കേട്ടിറങ്ങിയതല്ല, എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്. നല്ല സ്വോത്രമില്ലാത്ത പറയണം. നീ ജീവനുള്ള, എല്ലാവരും പറഞ്ഞേ, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ചത്ത ദൈവത്തെ കുറിച്ചല്ല, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ഓ, അപ്പൊ ഈ 3.5 വർഷത്തെ സന്തത സഹചാരിയായ പത്രോസ് യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചു, ക്രിസ്തുവെന്ന് അംഗീകരിച്ചു. യേശു ക്രിസ്തുവാണെന്ന് അംഗീകരിച്ചിട്ട് അത് വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. ഒരല്ലേ പറയണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 3.5 വർഷത്തെ സന്തത സഹചാരിയായ അരാമ്യ ഭാഷ ശരിക്കറിയത്തില്ലാത്ത പത്രോസ് യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, ക്രിസ്തുവെന്ന് വാ കൊണ്ട് ഏറ്റു പറഞ്ഞു. ഒരല്ലേ പറഞ്ഞേ, ക്രിസ്തുവെന്ന് പറയുകയും കർത്താവ് പറഞ്ഞു താക്കോൽ പിടിച്ചോടാന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിലും യേശുവിനെ ക്രിസ്തുവെന്ന് നീ അംഗീകരിച്ചാൽ നിന്റെ അധികാരത്തിന്റെ ലെവല് മാറുകയാണ്. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നീ ഇവിടെ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഇവിടെ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയപ്പെടും. യേശുവിനെ ക്രിസ്തുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് ഈ 11 പേരോട് പറയുകയാണ്, എനിക്ക് അധികാരം ലഭിച്ചു. എനിക്ക്, എല്ലാവരും പറഞ്ഞേ, എനിക്ക് അധികാരം ലഭിച്ചു. എനിക്ക് അധികാരം ലഭിച്ചോണ്ട് നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾ പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാനിപ്പോൾ പോകുന്നു. അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ വഴിയാധാരമാക്കിയിട്ട് പോകല്ലേ. കർത്താവ് പറഞ്ഞു, പോയില്ലെങ്കിൽ കാര്യസം വരത്തില്ല, പോയെങ്കിലേ കാര്യസം വരത്തുള്ളൂ. അതുകൊണ്ട് എന്നെ വിടണം. ഞാൻ പോയിട്ട് ചെന്നാൽ ഉടനെ ആദ്യം ചെയ്യുന്നത് അധികാരം കൈമാറിയ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് വാങ്ങി അയച്ചു തരും. ഇന്ന് രാത്രി പെന്തക്കോസുകാർക്ക് കിട്ടിയ ദാനമെന്ന് പറയുന്നത് പനി മാറിയതോ ചൊറി മാറിയതോ അല്ല, വണ്ടി കിട്ടിയതോ വീട് കിട്ടിയതോ അല്ല. ഇന്ന് രാത്രി ലഭിച്ചിരിക്കുന്നത് അഭിഷേകമാണ്. ഉള്ളവര് മാത്രം ദൈവത്തെ ആരാധിച്ചേ. സഭയ്ക്ക് ദൈവം ദാനം തന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഓ റബലബലബലബലബഷ്, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു നസറത്തിലേക്ക് തിരിച്ചു വന്നിട്ട് 30 വയസ്സ് വരെ അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരുന്നു. നമ്മൾ ഒരു 15 വയസ്സ് കഴിയുമ്പോഴേ പാസ്റ്റർ വിളിച്ചിട്ട്, പാസ്റ്ററെ ഒരനുസരണവും ഇല്ല, മുറിക്കകത്തൊരു കഥ അടച്ചാൽ പിന്നെ എന്ത് ചെയ്ത കഥക് തുറക്കത്തില്ല, എന്നോ ചോദിച്ചാലും ഒന്നും മിണ്ടത്തില്ല, ദയവ് ചെയ്ത് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം, പിന്നെ ഈയിടെയായിട്ട് അവൻ മുടിയും വെട്ടുന്നില്ല, പിന്നെ നല്ല ഷർട്ട് മേടിച്ചു കൊടുത്താൽ അവൻ കഷ്ണമായിട്ട് കണ്ടിക്കും, പാൻറ് കൊടുത്താൽ എലി വെട്ടിയ പോലെ അവൻ ആ പാൻറ്റെല്ലാം അവിടെ കീറും. പ്രൈസറോ, അവൻ മീശയിലെല്ലാം ഉള്ള മീശ ഊശാന്താടി പോലെ അവിടെ ഇവിടെ ആക്കി വെക്കും, മുടിയെല്ലാം കൂടെ കൂണ് പോലെ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ
യേശു 30 വയസ്സ് വരെ പറ അപ്പനും അമ്മയ്ക്കും, പിന്നെ മാതൃക ഇതുപോലെ വേറെ ആരുമില്ല കേട്ടോ. പ്രൈസലോ, തലമുറ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കും. ഈ തീറ്റി കൊടുക്കാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ, ചൊല്ലിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ചൊല്ലൂടെ കൊടുക്കണം. ഒരല്ലേ പറഞ്ഞത്. ഇപ്പം തന്നെ ഞങ്ങൾ അവനെ പേടിച്ചായിരിക്കുന്നത്. എന്തായാലും പാസനീതിയോടെ പറഞ്ഞ് കുളമാക്കല്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. പിന്നെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെയൊക്കെ കാലത്ത്, ദൈവദാസൻ്റെയൊക്കെ കാലത്ത്, ഞങ്ങളുടെയൊക്കെ കാലത്ത് മാതാപിതാക്കളെ ഭയങ്കര പേടിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ പരിയമ്പറം എന്നൊക്കെ പറയും. ഇവിടെ പരിയമ്പറം പറയാമോ? പറയാം. അവിടെ അച്ചായൻ വരുമ്പോൾ ഇങ്ങനെ വെക്കും, ഞാൻ വരുവാന്നുള്ള സിഗ്നലാണ്. പിന്നെല്ലാം പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. ഒരു ശല്യം ആർക്കും ഇല്ല. 7-8 എണ്ണം അല്ലയോ, എല്ലാം വണ്ണം കുറഞ്ഞത് ഞാനാ, മറ്റവരുടെ കുട്ടിയാതെ. എല്ലാം ഭയങ്കര അനുസരണ. ഇപ്പം പറയാന് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരല്ലേ വെള്ളം പറയാനോ, അവന്മാരല്ല കുരുത്തക്കേടും കാണിച്ചെങ്കിലും. ഇപ്പം ആർക്കാ പേടി? പറ. ഫ്രൈസറോ. പണ്ട് ഞങ്ങൾക്കായിരുന്നു പേടി മാതാപിതാക്കളെ. ഇപ്പം പിള്ളേരെ നമുക്കെന്താണ്, അവിടെ ഒന്നും മിണ്ടണ്ട. കുഞ്ഞല്ലേ എന്നും പറഞ്ഞായിരിക്കും. പത്രത്തിൽ പടം വരുന്നതിന് മുമ്പേ നീ പ്രാർത്ഥിച്ചോണം. പിന്നെ പത്രത്തിൽ വന്നാലും നമ്മുടെ കൊച്ചാന്ന് അറിഞ്ഞില്ല. കാരണം പടം വരുന്നതാണ് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ വെച്ചോണം പടം എടുക്കുന്നത്. അതുകൊണ്ട് അവനാണ് നമുക്ക് നാട്ടുകാർക്ക് പെട്ടെന്ന് ഒരല്ലേ പറഞ്ഞേ. അപ്പോൾ ഞാൻ തിരിച്ചു വരിക.